സുപ്രസിദ്ധ ഫിഗർ ആർട്ടിസ്റ്റ് ആൻഡോ കൊരട്ടി അവതരിപ്പിക്കുന്ന മൂക്കച്ചായോത്സവം എന്ന ഫിഗർ ഷോ ഉടൻ ആരംഭിക്കുന്നതാണ്. വണ്ണാമല നമ്മുടെ നാട്, നമ്മൾക്ക് ഉണ്ടൊരു സ്കൂള്. ഈ സ്കൂളിന് അഭിമാനിക്കാൻ സുദിനം വരും കേട്ടോ സ്നേഹിതരെ. ചേടാ ഇതെവിടെ പോയേക്കുന്നു? കാണുന്നുമില്ലല്ലോ ഇത്. ഹലോ, ഏ? വല്ലതും കളഞ്ഞുപോയാ? ആ കളഞ്ഞുപോയി. എന്ത്? ഭർത്താവിനെ കളഞ്ഞുപോയി. എന്നാ പിന്നെ ഭർത്താവിനെ ഒരു ഡെപ്പിക്ക അകത്ത് വെച്ചിട്ട് പൂട്ടിക്കൂടെ? ആ കോമഡി ഞാനിങ് എടുത്തേ. തെറ്റിയിലിട്ട് പൂട്ടി വെക്കാനാ. കാരണം ഇവിടെ കിടന്നാലേ പരിസ്ഥിതിക്ക് എന്നെ നാശമാവും. അതുകൊണ്ടാ എന്നോട് പറഞ്ഞിരിക്കട്ടെ, എന്റെ ഭർത്താവിന്റെ കാര്യം ഇവിടെ വരുമ്പോ ഒന്നും ആരും മിണ്ടരുത്. കാര്യം പറയല്ലേ, പുള്ളിക്കാരൻ ഒന്നാമത് സംശയം എന്നെ. ഈ സ്കൂളിലെ ടീച്ചറായ എന്നെ സംശയം. എന്നെ സംശയിക്കുന്ന പോട്ടെ, പുള്ളിക്ക് സകല കാര്യങ്ങൾക്ക് സംശയം. അതെന്താ? സിഗരറ്റ് വലിച്ച പുക എങ്ങോട്ട് പോകുന്നുള്ള സംശയം, വെള്ളമടിച്ചാൽ തലയ്ക്ക് പിടിക്കുന്നു എന്നുള്ള സംശയം. ഇങ്ങനെ സംശയിച്ച് മൊത്തം പ്രശ്നങ്ങളായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ സംശയം കാരണം ഞാൻ ഡിവോഴ്സിന്റെ വക്കീലായിരുന്നു ഇപ്പം. അങ്ങനെ ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിളിച്ച് ഒന്ന് സെറ്റായി. ഒരുവിധം ഞാൻ അനുനയത്തിൽ വിളിച്ച് ഇന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വാർഷിക പരിപാടി ആയതുകൊണ്ട് ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ. ഹലോ, ഈ സ്കൂളിലെ കമ്മിറ്റിയിൽ ആരെങ്കിലും? ഞാൻ കമ്മിറ്റിയിലുള്ളതാണ് സാർ. മിൻമിനി? അയ്യോ ആൻഡോ. അയ്യോ ആൻഡോ അല്ല, ഓക്കെ ആൻഡോ. ആൻഡോ ജോസഫ്. ആൻഡോ ജോസഫ് അല്ല, ഞാനിപ്പോ ആൻഡോ കൊരട്ടിയാണ്. അയ്യോ എനിക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. നീ എന്താ ഇവിടെ? ഞാൻ ഈ സ്കൂളിലെ ടീച്ചറാടോ. ടീച്ചറാണോ? എന്റെ ദൈവമേ. അല്ല നീ എന്താ ഇവിടെ? ഞാനല്ലേ ഇവിടെ മുഖച്ഛായോത്സവം ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി ഷോ ഞാനാ ചെയ്തത്. ഇത് ആരെങ്കിലും അറിയണ്ടേ ഇത്? എന്നാലും നീ ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടി. ആണല്ലേ? എന്നാലും നീ എന്നെ ഓർത്തിരുന്നല്ല. പിന്നെ നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചുമന്ന കളറുള്ള നിക്കർ ഇട്ടോണ്ട് നീ വരുമായിരുന്നു. എന്റെ ചുവന്ന കളറുള്ള നിക്കർ വരെ നീ ഓർത്തിരിപ്പുണ്ടല്ലേ? അന്ന് ആ സ്കൂളിൽ 3 കീറിയ ഒരു നിക്കർ നിനക്ക് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല. അല്ല, അന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ഫിഗർ ആർട്ടിസ്റ്റ് ആണ്. ഈ ഫിഗർ ആർട്ടിസ്റ്റോ? പിന്നെ അടുത്ത ആഴ്ച അമേരിക്ക പോവില്ലേ? അതാണ് നല്ലത്. ഈ പുല്ലെല്ലാം അവിടെ കളഞ്ഞിട്ട് അവിടെ പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ജോലിക്കല്ലെന്ന്, ഞാൻ ഈ ഫിഗർ ഷോയും കൊണ്ട് അമേരിക്കയിൽ പോകുമെന്ന്. പുറത്തെ കിട്ടുമോ? ആൻഡോ കൊരട്ടി 41 ഫിഗറും. പുതിയ പരിപാടിയാണ്. ദൈവമേ, ഇതിനകത്ത് വേറെ ഐറ്റം ഉണ്ട്. എന്താണ്? 1 മിനിറ്റ് ഞാൻ 151 സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യും. നിന്റെ ശബ്ദത്തിൽ ചെയ്യുമായിരിക്കും. എന്റെ ശബ്ദത്തിലല്ല, അവരുടെ ശബ്ദത്തിൽ ഞാൻ അനുകരിക്കും. നീ ഒന്ന് പോയ. നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം MS ചെയ്താൽ നിന്റെ ശബ്ദം, KP ചെയ്താൽ നിന്റെ ശബ്ദം, ഏത് സ്റ്റാർ ചെയ്താലും നിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെ കളിയാക്കണ്ട. ഇപ്പൊ പുതിയൊരു സ്റ്റാർ ഞാനിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുക. ആര്? ബാബു നമ്പൂതിരി. ആ പാവപ്പെട്ട പ്രചോദിന്റെ ജോലി കളയല്ലേ നീ? കേട്ടോ? അങ്ങനെ പറഞ്ഞതല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞായിരുന്നടാ. ആണോ? ഭർത്താവ് കണ്ടക്ടറാ. KSRTC-യിലെ? അല്ല, പ്രൈവറ്റിലെ. അയ്യേ, പ്രൈവറ്റ് ബസ്സാ. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നു. KSRTC-യിൽ ആരെങ്കിലും ഇപ്പൊ കാണാറുണ്ട്. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോ? ഞാൻ ഈ ഫിഗർ ഷോയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് കല്യാണം കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പെണ്ണുങ്ങൾ കണ്ട്, പക്ഷെ മാമൻ ഒന്നിനെ പിടിച്ചില്ല. മാമൻ പിടിച്ച പെണ്ണിനെ നീ കെട്ടത്തുള്ളതാ? ആണല്ലേ നിനക്ക്? അതല്ലെന്ന്, മാമൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. അങ്ങനെ എന്തായാലും നിന്നെ കാണാൻ പറ്റിയതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താണ് നിനക്ക് ടെൻഷൻ? എന്താ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. എന്തോ മൊത്തം ടെൻഷൻ ഉണ്ടല്ലോ. അത് എന്റെ ഭർത്താവിനെ കാണുന്നില്ല. ഭർത്താവിനെ കാണുന്നില്ല? എന്തെങ്കിലും അടയാളോ വല്ലോ എന്തെങ്കിലും ഉണ്ടോ ഭർത്താവിന്റെ? മുഖത്തൊരു മീശയുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ മുതുകത്തല്ലേ മീശ? അതല്ല, ഈ മീശ എന്ന് പറഞ്ഞ സാധാരണ മീശയല്ല, ഒരു 1.5 മീശയാ. ഭർത്താവിന് ഇപ്പൊ എന്താണ് പ്രശ്നം? അത് പറ. സംശയമാ? പിന്നെ എന്നെ ഭയങ്കര സംശയമാണ്. എന്റെ പൊന്നോ, റെയിൽവേ സ്റ്റേഷനാണ്? അല്ലല്ല, വിസിലൊക്കെ അടിക്കുന്നു. വിസിൽ കേട്ട് ഇവിടെ എവിടെ ഉണ്ട്. ഇവിടെ എവിടെ ഉണ്ട്. അയ്യോ, ചേട്ടന് ആളെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവന്റെ കൂടെ വരെ സംസാരം തുടരും. ഹലോ, സുധാകരൻ സാറ്? നോ, അല്ലേ, ഐ ആം ആൻഡോ കൊരട്ടി. താല്പര്യമില്ല. ഇതാരെന്നറിയോ? എനിക്കറിയില്ല. ഇവൻ എന്റെ സ്കൂളിൽ പഠിക്കാൻ ഇതെന്താ ഇങ്ങനെ? എന്റെ വണ്ടി ഏത് റൂട്ടിൽ ഓടണം, ഏത് സ്റ്റോപ്പിൽ നിർത്തണം ആ തീരുമാനം. പുള്ളിയാ ഇപ്പൊ എന്റെ റൂട്ടൊക്കെ തീരുമാനിക്കുന്നേ. കുറെ ദിവസം കൊണ്ട് ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല ഓടുന്നത്. അല്ല, ഇതാന്ന് പറഞ്ഞത്. സ്കൂളിൽ പഠിച്ചതാ, ഇവിടെ പരിപാടിക്ക് വന്നേക്കുവാ. ഞാൻ പ്രശസ്ത ഫിഗർ ആർട്ടിസ്റ്റ് ആണ് ആൻഡോ കൊരട്ടി. ആരെ വരട്ടിയെന്ന്? ആരെ വരട്ടി എന്നല്ല പറഞ്ഞ, എന്റെ പേരാണ് പറഞ്ഞത്, ആൻഡോ കൊരട്ടി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് താരങ്ങളുടെ ശബ്ദം ചെയ്യും. താങ്കൾക്ക് ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കും. കുഞ്ചൻ. കുഞ്ചന? കുഞ്ചൻ
അല്ല കുഞ്ചൻ എന്ന് പറഞ്ഞ താരമല്ലേ? അല്ല താരമാണ്. അല്ല കുഞ്ചനല്ലാതെ ആരെങ്കിലും? ബോബനാലുമൂടൻ ബോബനാലുമൂടൻ താരമല്ലേ? താരമാണ്. ബോബനാലുമൂടൻ അല്ല. സംയുക്ത വർമ്മ താരമല്ലേ? ആണ്. പെണ്ണ്. സംയുക്ത വർമ്മ പെണ്ണ്. അല്ല പിന്നെ സംഭവം ശരിയാണ്. അല്ല ഇത് എന്നെ അറിഞ്ഞുകൂടി ഈ പുള്ളി എന്നെ അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞാല് ഇനി ഈ പുള്ളി പോവാ. കൂടുതൽ അങ്ങ് ഓവർടാക്ക് ചെയ്യണ്ട. ഞാൻ പറയൂ. അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? എപ്പോഴാ കല്യാണം? ഇങ്ങോട്ട് ചോദിക്കാം. അല്ല എപ്പോഴാ കല്യാണം കഴിഞ്ഞെന്ന് ചുമ്മാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ആ പിള്ളേരുടെ ഇടയിൽ വെച്ചായിരുന്നു. കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട്? അങ്ങ് കേറുവാണല്ലോടാ നീ. വന്ന് കേറിയില്ലും അങ്ങ് കൊണ്ടേലങ്ങ് കേറുവാണല്ലോ. അല്ല കല്യാണം കഴിഞ്ഞ് എത്ര മക്കളുണ്ടെന്നുള്ള ചോദിച്ചെന്നേ ഉള്ളു. അല്ല 8 കൊല്ലമായിട്ട് ഞങ്ങക്ക് കുട്ടികളൊന്നും ഇല്ല. ചേടാ 8 കൊല്ലമായിട്ട് കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറയണം. ഈ സ്വർണത്തിന്റെ വില കുത്തനങ്ങ് കേറിയല്ലോ. അപ്പോഴാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത്. അല്ല ഈ സ്വർണത്തിന്റെ വില കൂടിയതും ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് ഈ കുട്ടികളുടെ ഇതുമായിട്ട് എന്താ എടാ പറ്റുക? നിനക്കൊരു കാരണമല്ലേ വേണ്ടത്? ഇതാണ് കാരണം. അങ്ങനെ പറയാനായിട്ട് പറഞ്ഞല്ല. സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് ഇവളെ എനിക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, രാവിലെ എടുത്തത് വായിക്കാതെ മനസ്സിന് തന്നെ ഒരു കുളിർമയാ. കണക്കിലാണ് ഓട്ടോഗ്രാഫ്? കണക്കിലല്ല, മലയാളത്തിൽ. മലയാളത്തിൽ എഴുതുമായിരുന്നു ഓട്ടോഗ്രാഫ്. കണക്ക് ടീച്ചറേ, നീ മലയാളത്തിലങ്ങ് എഴുതുമല്ലേ? ആ ഓട്ടോഗ്രാഫ് എന്ന് പറ, ഞാൻ ചിരിക്കട്ടെ. പഴം പൊളിക്കണം, പുട്ടിലിട്ട് ഞെവിടണം, വാരി വാരി തിന്നുമ്പോ എന്നെ കൂടി ഓർക്കണം. അടിപൊളി, അടിപൊളി, കിട്ടില്ല സാധനമാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.